പല പ്രിയപ്പെട്ടവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക സമയമുണ്ടോ? രാവിലെ പ്രാർത്ഥിക്കുന്നതാണോ, രാത്രിയിൽ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്നതിലാണോ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നത്? സ്വാഭാവികമായി പല ആളുകളുമായി സംസാരിക്കുമ്പോൾ, പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ വേദപുസ്തകത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥനയെക്കുറിച്ച് വീക്ഷണം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചിന്ത. എല്ലാ പ്രിയപ്പെട്ടവരും ഈ ചിന്ത നിങ്ങൾ കേൾക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം, ഏത് നിലയിൽ പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥനയിൽ എങ്ങനെയാണ് റിസൾട്ട് കണ്ടെത്തുന്നത് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആധാരമായി വേദപുസ്തകത്തിൽ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലുള്ള സഭയിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് ആഴമായ ഒരു വെളിപ്പാട് അവിടെ താൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടുത്തെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയുന്നത് വെറുതെ ഒരു പ്രാർത്ഥനയെക്കുറിച്ചല്ല. എല്ലാറ്റിനും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നാം പ്രാർത്ഥിക്കുന്ന വിഷയം എന്തുമാകട്ടെ, ചെറുതാകാം വലുതാകാം, എന്തുമാകട്ടെ, ഒരുപക്ഷെ മക്കളുടെ വിഷയമാകാം, ജോലിയുടെ വിഷയമാകാം, നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന, നമ്മളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന വിഷയങ്ങളാകാം, എന്തുമാകട്ടെ, അത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമേ നിങ്ങൾ ചിന്തിക്കേണ്ടത് വിചാരപ്പെടാതെ പ്രാർത്ഥിക്കണം. നടക്കുമോ, അത് സംഭവിക്കുമോ, അതിനൊരു വിടുതൽ കിട്ടുമോ, അല്ല ഞാൻ വെറുതെയാണോ ഈ പ്രാർത്ഥിക്കുന്നത് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരരുത്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു റിസൾട്ട് വെളിപ്പെടാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, പിശാച് അതിൻ്റെ അകത്ത് മുതലെടുക്കും. പിശാച് നമ്മോട് പറയും, ഈ വിഷയത്തിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾക്കൊരു വിടുതൽ കിട്ടത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തെ കൂടുതൽ ദൈവസന്നിധി ജാഗരിക്കേണ്ട എന്ന് പറഞ്ഞ് നുഴഞ്ഞു കയറി ഹൃദയത്തെ കവർന്നെടുത്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ ബ്ലോക്ക് ചെയ്യാൻ പിശാച് നോക്കും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഈ ഫിലിപ്പിയിലുള്ള സഭാവിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞത് വിചാരപ്പെടാതെ പ്രാർത്ഥിക്കണം, വ്യാകുലപ്പെടാതെ തകർന്ന മനസ്സോടെ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പറയുമ്പോൾ വിചാരപ്പെടരുത്, നാളെ എന്താകും, എൻ്റെ വിഷയത്തിനും ഒരു മറുപടി ഉണ്ടാകുമോ, അങ്ങനെ ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ വരാതെ നമ്മൾ വിശ്വസിച്ച് ആദ്യം വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്? എൻ്റെ വിഷയത്തിന് ഒരു മറുപടി കിട്ടും എന്നല്ല ആദ്യം വിശ്വസിക്കേണ്ടത്. ഈ വിഷയത്തിന് ഒരു മറുപടി തരാൻ ഇവിടുത്തെ മെഡിക്കൽ സയൻസിനോ ഇവിടുത്തെ ഗവൺമെൻറ്റിനോ ഇവിടുത്തെ സാഹചര്യങ്ങൾക്കോ കഴിഞ്ഞില്ല എങ്കിലും ആ ഓഫീസറിനോ ആ മേലുദ്യോഗസ്ഥനോ ആ വിഷയത്തിൽ ഒരു കാര്യം നടത്തിത്തരാൻ അവരെ കൊണ്ട് കഴിയത്തില്ല എങ്കിലും മാനുഷിക അർത്ഥത്തിൽ നോക്കിയാൽ ഇതിനകത്ത് ഒരു പ്രോഗ്രസ്സും ഉണ്ടാകത്തില്ല, എവിടെയെങ്കിലുമൊക്കെ നമ്മൾ തകർന്നു പോകും എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ കയറിയാൽ അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. എന്നിട്ട് നമുക്ക് വിശ്വാസമുണ്ടാകണം. ഞാൻ പറഞ്ഞു, സബ്ജക്റ്റിനെ അല്ല നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ടത്, ദൈവം എൻ്റെ വിഷയത്തിന് മറുപടി തരുവാൻ ശക്തനാണ് എന്നുള്ള വിഷയത്തിൽ ദൈവത്തിൽ നമുക്ക് വിശ്വാസമുണ്ടാകണം. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കണം, പിതാവാം ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, പരിശുദ്ധ ആത്മാവിൽ നിങ്ങൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങുമെന്നും ആ ദൂതന്മാർക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് നീക്കുപോക്ക് തരാൻ പറ്റുമെന്ന് നമുക്ക് എന്തോ വേണം? ആദ്യം നമുക്ക് വിശ്വാസം വേണം. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ, ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടാതെ നിങ്ങളെല്ലാറ്റിനും എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലും ഒന്ന് പ്രാർത്ഥന, രണ്ട് പ്രാർത്ഥനയിലുള്ള അപേക്ഷ,
ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് അന്തർലീനമായിരിക്കണം. പ്രാർത്ഥിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. എപ്പോൾ പ്രാർത്ഥിക്കണം അത് ഞാൻ പറയാം. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിന് എൻ്റെ കാര്യം നടത്തി തരാൻ കഴിയുമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം കയറിയിട്ട് ദൈവത്തോട് എന്ത് ചെയ്യണം? അപേക്ഷിക്കണം. ശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവരുടെ വിഷയത്തിൻ്റെ മുമ്പിൽ ദൈവം അത് നീതിയായി കണക്കിട്ടപ്പോൾ നീതി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടപ്പോൾ അവരുടെ വിഷയങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടാകുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ പ്രിയരെ. വിശ്വാസം വർദ്ധിക്കട്ടെ. അപേക്ഷ നിങ്ങൾ ദൈവസന്നിധിയിൽ വെക്കട്ടെ. മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങളുടെ അപേക്ഷ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾ പരാജയപ്പെട്ട് ക്ഷീണിച്ച് തകർന്നു പോകാതെ, ജീവനുള്ള ദൈവം എൻ്റെ വിഷയത്തിന് മറുപടി തരും. എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. എന്നെ ഒരിക്കലും എൻ്റെ ദൈവം കൈവിടത്തില്ല, ആ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല എന്നൊരു വിശ്വാസവും ഉറപ്പും നമുക്കുണ്ടായി ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴാണ് നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കേണ്ടത്? 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. അപ്പം നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ഏതു നേരം പ്രാർത്ഥിക്കണമെന്ന, രാത്രിയുടെ കാലങ്ങളിൽ മാത്രം പ്രാർത്ഥിക്കണം എന്നല്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരവസരം ദൈവം തരുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ. രാത്രിയുടെ ഏകാന്തതകളിൽ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകൾക്കും ദൈവം എൻ്റെ ജീവിതത്തിൽ മറുപടി തന്നിട്ടുണ്ട്. പകല് പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ ദൈവസന്നിധിയിൽ ദീർഘസമയങ്ങൾ ഇരുന്ന് രാത്രികളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരം കിട്ടും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയം എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് ഇല്ല. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് പ്രാർത്ഥന എന്താണ്? ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതാണ്. ദൈവത്തോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് അർദ്ധരാത്രി എന്നോ പ്രഭാതയാമമെന്നോ ഉച്ചയ്ക്കെന്നോ നമുക്കൊന്നൊരു സമയമില്ല. കാരണം നമ്മുടെ അപ്പനോട് നമുക്ക് സംസാരിക്കാൻ എനി ടൈം, ഏത് സമയവും നമുക്ക് കഴിയും. നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കൾക്ക് നമ്മളോട് സംസാരിക്കാൻ, അപ്പനായ എന്നോട്, അമ്മയായ എൻ്റെ വൈഫിനോട്, അല്ലെങ്കിൽ നിങ്ങളോട്, ദൈവത്തിന് അല്ലെങ്കിൽ മക്കൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഏതെങ്കിലും ടൈമുണ്ടോ? പപ്പാട് വൈകിട്ട് 4 മണി കഴിയട്ടെ, ആ സമയത്ത് പപ്പായോട് ചോദിക്കാം അല്ലെങ്കിൽ സംസാരിക്കാം, അങ്ങനെ സമയമുണ്ടോ? ഇല്ല. ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും മനസ്സിന് തോന്നുമ്പോൾ ഓടിച്ചെന്ന് ഡാഡി, പപ്പ, അപ്പ എന്നൊക്കെ വിളിച്ച് അപ്പൻ്റെ അടുക്കലേക്ക് ഓടി വരാൻ ഒരു കുഞ്ഞിന് അധികാരമുണ്ടെങ്കിൽ അവനൊരു പ്രത്യേക സമയമില്ല. ഏത് സമയവും, അർദ്ധരാത്രിയിലും നേരം വെളുക്കുമ്പോഴും ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും എല്ലാം ആ കുഞ്ഞിന് അപ്പൻ്റെ അടുക്കൽ ചെല്ലാൻ പറ്റുമെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ നല്ല അപ്പൻ്റെ അടുക്കൽ നമുക്ക് ചെല്ലാൻ ഒരു ടൈം വ്യവസ്ഥയില്ല മക്കളെ. പകരം ഏത് സമയവും എല്ലാറ്റിനും നിങ്ങൾ സ്തോത്രം ചെയ്തും പ്രാർത്ഥിച്ചും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ഇടവിടാതെ സ്തോത്രം ചെയ്താൽ മതി. ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഇടവിടാതെ പ്രാർത്ഥിക്കണം. നിങ്ങൾ നോക്കൂ, 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. എനിക്കെടുത്ത് വായിപ്പിക്കണമെന്നുണ്ട്, സമയത്തിൻ്റെ പരിമിതി മൂലം എനിക്കത് വായിച്ച് കേൾപ്പിക്കാൻ പറ്റുന്നില്ല. ആ വാക്യം പറയുമ്പോൾ നിങ്ങൾ ബൈബിൾ തുറന്ന് നോക്കൂ, അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന്. ഇടവിടാതെ പ്രാർത്ഥിക്കാൻ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. ദാനിയേൽ പ്രാർത്ഥിച്ചു. സമയം കിട്ടുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കണം. നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത്? രാവിലെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയാൽ രാവിലെ പ്രാർത്ഥിക്കണം. ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയാൽ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കണം. വൈകിട്ടാണ് നമുക്ക് സമയം കിട്ടുന്നെങ്കിൽ വൈകിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അർദ്ധരാത്രിയിൽ 12 മണിക്കും 1 മണിക്കുമാണ് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നതെങ്കിൽ ആ സമയം വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കണം. എപ്പോഴാണോ നമ്മുടെ പിതാവാൻ ദൈവത്തോട് സംസാരിക്കാൻ നമുക്കൊരു നിയോഗമുണ്ടാകുന്നത്. ചില മാതാപിതാക്കൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു, കറിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു, അരി കഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കാം.
ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും മനസ്സ് ദൈവവുമായിട്ട് അടുത്ത് ചെല്ലാൻ പറ്റും. വാഹനം ഓടിക്കുമ്പോൾ, വാഹനം ശ്രദ്ധിച്ച് ഓടിക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഏത് സമയവും നമുക്ക് പ്രാർത്ഥിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. എന്നാൽ മാറിയിരുന്ന് വ്യവസ്ഥയോടെ പ്രാർത്ഥിക്കാൻ പ്രത്യേക സമയമില്ല. പക്ഷെ പ്രാർത്ഥനയിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? വിചാരമുണ്ടാകാതെ, അവിശ്വാസം ഉണ്ടാകാതെ, വിശ്വാസത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11:6 വായിക്കുന്നത്, വിശ്വാസത്താൽ അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്ത് ചെയ്യില്ല? കഴിയുകയില്ല. അപ്പോൾ ഏത് നേരം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ഉച്ചയ്ക്കോ കാലത്തോ വൈകിട്ടോ അർദ്ധരാത്രിയിലോ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല വിഷയം. പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തോട് നമുക്ക് വിശ്വാസം വേണം. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് 11:6 പറയുന്നത്, ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കണമെങ്കിൽ ഒരു അരമണിക്കൂറോ 3 മണിക്കൂറോ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എനിക്കൊരാളെ അറിയാം, ദീർഘസമയങ്ങൾ പ്രാർത്ഥിക്കും, 2 മണിക്കൂറൊക്കെ വേണേൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ദൈവവുമായിട്ട് യാതൊരു വിശ്വാസവുമില്ല. അതെങ്ങനെ അറിയാം പാസ്റ്ററെ എന്ന് ചോദിച്ചാൽ, എനിക്ക് മനസ്സിലായത് പ്രാർത്ഥന കഴിയുമ്പോൾ പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. കാരണം പ്രാർത്ഥനയിൽ ഭയങ്കര കാര്യങ്ങൾ പറയും. നീ ഇപ്പോൾ ചെയ്യും, നാളെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പറയുന്ന മൊത്തം നെഗറ്റീവാണ്. നെഗറ്റീവ് അല്ലാത്ത ഒന്നും ആയിന്ന് എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. കാരണം എന്തറിയാമോ? വിശ്വാസമില്ല, ദൈവത്തെ വിശ്വാസമില്ല. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം, നിങ്ങൾ എത്ര അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാകട്ടെ, നിങ്ങൾ എത്രയും ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം വേറിട്ടിരുന്ന് ആ ജോലിയിൽ നിന്നും ആ വീട്ടിൽ നിന്നും ആ മക്കളുടെ ഇടയിൽ നിന്നൊക്കെ ഒന്ന് മാറി സെപ്പറേറ്റ് ഒരു വീടിന് മുറിക്കകത്ത് കയറിയിരുന്ന് തറയിൽ നിന്ന് പായിട്ട് തലയിൽ തുണിയിട്ടോ മുട്ടുമടക്കിയോ കൈകൂപ്പിയോ ദൈവസന്നിധി നിന്ന് കരഞ്ഞ് കവിളിൽ കൂടെ കണ്ണുനീരൊഴുകി ഒരു അരമണിക്കൂർ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. മണിക്കൂറോളം പ്രാർത്ഥിക്കുന്ന നല്ലതല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മണിക്കൂറോളം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല നമുക്കിവിടെ ആവശ്യം. അരമണിക്കൂറേ പ്രാർത്ഥിച്ചുള്ളൂ എങ്കിലും അത് ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. കാരണം എങ്കിലേ ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയും. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പറയാം, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്, നിരന്തരം പ്രാർത്ഥിക്ക്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിഷയത്തിൽ അത്ഭുതം സംഭവിക്കും. അതിന് മാറിയിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ അവസരം കിട്ടിയാൽ അങ്ങനെയും പ്രാർത്ഥിക്കൂ. മക്കൾ ജോലിക്ക് അല്ലെങ്കിൽ പഠിക്കാൻ പോയി കഴിയുമ്പോൾ, ഭർത്താവ് ജോലിക്ക് പോയി കഴിയുമ്പോൾ, അമ്മ നീ തന്നെയാണ് വീട്ടിൽ ഇരിക്കുന്നെങ്കിൽ എത്ര സമയം പ്രാർത്ഥിക്കാൻ സമയം കിട്ടും? മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. അച്ഛാ, നിനക്ക് കിട്ടുന്ന ആ ഒഴിവ് സമയങ്ങൾ വീടിനകത്ത് മുട്ടുമടക്കിയത് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ആമേൻ വിടുതൽ നടക്കും. അപ്പോൾ വീടിനകത്തൊരു അത്ഭുതം നടക്കണമെങ്കിൽ, മക്കളിലും ജോലിയിലും ഒരു അത്ഭുതം നടക്കണമെങ്കിൽ നിരന്തരമായുള്ള കണ്ണുനീരും പ്രാർത്ഥനയും. ആ പ്രാർത്ഥനയിൽ നമ്മൾ ചേർക്കേണ്ടത് അവിശ്വാസം കൂടാതെ വിശ്വാസം ചേർക്കണം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും സ്തോത്രം ചെയ്യണം. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ ചെയ്യും, നിങ്ങളുടെ മക്കളിൽ ചെയ്യും, നിങ്ങളുടെ ജോലിയിൽ ചെയ്യും. ഇന്ന് രാവിലെ വിശ്വസിക്കുക, ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതുവരെ നടക്കാത്ത ചില പുതിയ വാതിലുകളും വഴികളും ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളും വിടുതലുകളും ദൈവം നിങ്ങളുടെ കൂടാരത്തിനകത്ത് കൊണ്ടുതരും. ദൂതൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട് നിങ്ങളുടെ കയ്യിൽ കർത്താവ് കൊണ്ടുതരും. ഞാൻ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ദൈവസന്നിധിയിൽ നിരന്തരം കർത്താവുമായുള്ള ബന്ധം ഉടലെടുത്തുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയത്തിലുള്ള വിശ്വാസത്തിലല്ല, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ എല്ലാറ്റിനും സ്തോത്രം ചെയ്തു, ഇടവിടാതെ പ്രാർത്ഥിച്ചു, മുട്ടുമടക്കിയും വിശ്വാസത്തോടുകൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങളുണ്ടാക്കിയ പണമോ കോഴിയോ കോഴിച്ചോരയോ എണ്ണയോ ഭരണിയോ മെഴുകുതിരിയോ സാമ്പ്രാണിയോ ഒന്നും ദൈവത്തിന് വേണ്ട. നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ മുട്ടുമടക്കി നിരന്തരം പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ മനസ്സ് തുറന്ന് നിരന്തരം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജോലിക്കിടയിലും നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾ നടക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾ സ്വസ്ഥമായ സ്ഥലത്തിരിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രതപ്പെടുത്തി
ദൈവസന്നിധി പ്രാർത്ഥിച്ചു നോക്കൂ, വലിയ അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. അപ്പോൾ നിരന്തരമായുള്ള പ്രാർത്ഥന എന്തോ വരുത്തും? അത്ഭുതം വരുത്തും, അത്ഭുതം നടക്കും. അങ്ങനെങ്കിൽ വിശ്വസിക്ക്, നിങ്ങൾ അങ്ങനെ ചെയ്യൂ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവാം ദൈവമേ, സ്വർഗീയ പിതാവേ, എപ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവെ, ഞങ്ങളോട് പറഞ്ഞ ആ നല്ല ചിന്തയ്ക്കായി സ്തോത്രം. നിരന്തരം പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടെ, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ സ്തോത്രത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സമയം മുഴുവനും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ നല്ല ആശയങ്ങൾക്കായി, ചിന്തകൾക്കായി, പഠനത്തിനായി സ്തോത്രം. ഈ മക്കളെ അനുഗ്രഹിക്കണേ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കണേ, ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണേ, ഇവരുടെ കണ്ണുനീരിന് വ്യത്യാസം വരുത്തണേ, ഇവരുടെ അവസ്ഥകൾ മാറട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, നിരന്തരം മനസ്സു ദൈവവുമായിട്ട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ രാവിലെ മറ്റൊരു സന്ദേശവുമായി കർത്താവിൻ്റെ സന്നിധി നമുക്ക് ഒരുമിച്ച് കൂടാം. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ ലിങ്കുകൾ നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയിടുക. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.